മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നതിന് ശേഷം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അതിനുശേഷം അങ്ങനെ തന്നെയാണ്. നമ്മളെ നാട്ടിൽ ദീനീ പ്രചരണത്തിന് വേണ്ടി വന്ന ആളുകൾ ആദ്യമായി പള്ളികൾ നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പഴയ പള്ളികളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ നിലയിലും ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പള്ളികളാണ് പഴയ പള്ളികളൊക്കെ. അന്നത്തെ കാലത്ത് എന്ന് പറയാം, ഇന്നത്തെ കാലത്തിനനുസരിച്ച് പള്ളി മാറിയിട്ടുണ്ട് എന്ന് പറയലാണ് കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ നന്നാവുക. പഴയ പള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് പള്ളി ഉണ്ടാവും. ഒന്ന് ഔത്തപ്പള്ളി, രണ്ടാമത്തേത് പുറത്തപ്പള്ളി. ഔത്തപ്പള്ളിയിൽ മിഹ്റാബ് ഉണ്ടാവും, പുറത്തെ പള്ളിയിൽ മേലക്ക് കോണി ഉണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞാൽ മിക്കവാറും പള്ളികൾക്ക് 3 ഭാഗത്ത് താഴ്വര ഉണ്ടാകും, ചില പള്ളികൾക്ക് 4 ഭാഗത്ത് താഴ്വര ഉണ്ടാവും. ഇതാണ് പഴയ പള്ളികൾ എന്ന് പറഞ്ഞാൽ. വിശാലമായ പള്ളിക്കാടും അതിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു പള്ളിക്കുളവും ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പഴയ പള്ളികൾ എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോൾ നമ്മൾ 3 സെന്റിലും 5 സെന്റിലും ഒക്കെ പള്ളി ഉണ്ടാക്കായതുകൊണ്ട് പിന്നെ വിശാലമായ പള്ളിക്കാടും പള്ളിക്കുളമാണെന്ന് പറഞ്ഞാലൊന്നും നടക്കുകയില്ല. ഒരു ടാപ്പ് ഉണ്ടായാൽ അതെങ്കിലും ഭാഗ്യം എന്ന് വിചാരിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല. പഴയ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും പള്ളിയെ ആശ്രയിക്കും. നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്തെ പള്ളികൾ 24 hours 365 ദിവസം 24 മണിക്കൂറും തുറന്നിടുന്ന പള്ളികളാണ് ഉണ്ടായിരുന്നത്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പള്ളി തുറന്നിടലാണ്, പൂട്ടലില്ല. ഔത്തപ്പള്ളി പൂട്ടൽ തുടങ്ങിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആംപ്ലിഫയർ വന്നതിന് ശേഷമാണെന്നാണ്. മൈക്ക് വന്നതിന് ശേഷമാണ് ഔത്തപ്പള്ളി പൂട്ടിയത്. പുറത്തപ്പള്ളി പൂട്ടൽ തുടങ്ങിയത് കാർപ്പറ്റ് വന്നതിന് ശേഷമാണ്. പള്ളി മൊത്തം പൂട്ടൽ തുടങ്ങിയത് ഗൾഫിൽ നിന്ന് പൈസ വന്നതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ പള്ളി മിക്കവാറൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. ഞാൻ വെറുതെ തമാശക്ക് പറയലുണ്ട്, പുതിയ കമ്മിറ്റി വന്നാൽ പ്രധാനപ്പെട്ട 2 പരിപാടി ചെയ്യുന്നതാണ്. ഒന്ന്, പള്ളി അതിൻ്റെ പരിസരമൊക്കെ നിറയെ നോട്ടീസ് ഒട്ടിക്കും. നോട്ടീസ് ഒട്ടിക്കുക പറഞ്ഞാൽ ചെരുപ്പ് ഇവിടെ വെക്കുക, ഇവിടെ തുപ്പരുത്, ഇവിടെ ഇരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളീൻ്റെ ഉള്ളിൽ നിറയെ ആവശ്യമുള്ള ചിലതുണ്ട് കേട്ടോ, ആവശ്യമില്ലാത്തത് ഒട്ടിക്കും. രണ്ടാമത്തത്, ഗോദരാജിൻ്റെ 1 ഡസൻ പൂട്ട് വാങ്ങിയിട്ട് മൊത്തം പൂട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് സാധാരണ ചെയ്യൽ എന്ന് പറയലുണ്ട്. അപ്പോൾ പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ പള്ളികളൊക്കെ പരിശോധിച്ചാൽ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ കാര്യത്തിനും ആശ്രയിക്കാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾ വളരെ ചെറുതാണ്. സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളുണ്ട്, ചരിത്രകാരന്മാരുണ്ട്, യൂട്യൂബർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നതും. അപ്പം അതുകൊണ്ട് പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ. പിന്നെ വീടുകൾ വളരെ ചെറുതാണ് ഉണ്ടാവുക. അപ്പോൾ വീട്ടിൽ വളരെ സ്ഥലം കുറവായിരിക്കും. അധികവും പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്. പാടത്ത് പണിയെടുത്ത് അവർ ഉച്ചക്ക് പണി മാറ്റിയാൽ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിക്കാട്ടിൽ വന്ന് മറക്കിരിക്കും. പള്ളിക്കുളത്തുനിന്ന് കുളിച്ചിട്ട് പള്ളി നിസ്കരിച്ചിട്ട് പള്ളിൻ്റെ ചെരുവിലൊന്ന് വിശ്രമിച്ചിട്ട് 2 മണിയാവുമ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് വീണ്ടും പോകും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ആകെ വീട്ടിൽ ഒരു റൂമൊക്കെ ഉണ്ടാവുക. ഉള്ള റൂം വിരുന്നുകാർക്ക് കൊടുത്തിട്ട് വീട്ടുകാരൻ പള്ളിക്കൊക്കെ കിടക്കാൻ വരും. പള്ളിയിൽ കിടന്നുറങ്ങിയിരുന്ന കുറേ ആൾക്കാരുണ്ട് മുമ്പ്. പള്ളിക്കൊക്കെ കിടക്കാൻ വേണ്ടി വരും. പള്ളിയിൽ കിടക്കരുത് എന്ന നോട്ടീസൊക്കെ വന്നത് കാർപ്പറ്റ് വന്നതിൻ്റെ ശേഷമാണ്. അതിൻ്റെ മുമ്പ് ഇല്ല. പള്ളിയിൽ കിടക്കുന്നതിന് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാർപ്പറ്റൊക്കെ വന്നതിന് ശേഷം വന്നതാണ് പള്ളിയിൽ കിടക്കരുത് എന്ന്. ചിലയിടത്ത് ഔത്തപ്പള്ളി കിടക്കരുത് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവും. അത് AC വെച്ചതിൻ്റെ ശേഷം എന്താ പ്രശ്നമാണ്. അതിൻ്റെ മുമ്പ് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അങ്ങാടിയിൽ ആൾക്കാർ തമ്മിൽ തെറ്റിയാൽ പള്ളിയിൽ നിന്ന് പറഞ്ഞു തീർക്കലാണ് പതിവ്. ചായ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ്, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട്.
അങ്ങാടിയിൽ നിന്ന് ആൾക്കാർ എന്തെങ്കിലും കച്ചവടക്കാർ തമ്മിൽ തെറ്റിയാൽ, അല്ലെങ്കിൽ ജ്യേഷ്ഠനും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ, എളാപ്പാര് മൂത്താപ്പാര് പ്രശ്നം ഉണ്ടായാൽ പള്ളിക്കൊക്കെ ഇങ്ങനെയാണ് കയറിനോടത്ത് പഴയ തറവാട് വീടിന്റെ പോലെയുള്ള ചേറ്റുംപടിയൊക്കെ ഉള്ള വഖഫ് ചെയ്യാത്തൊരു സ്ഥലം ഉണ്ടാവും. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് കാരണന്മാരങ്ങോട്ട് ഇറങ്ങിയിരുന്ന് അപ്പൊ ചെന്നങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഏകദേശം ഫൈനലായി കഴിഞ്ഞാൽ അവർ ഔത്തപ്പള്ളിക്ക് കയറി നിന്നിട്ട് വലിയ കാരണം ഒരു തീരുമാനം പ്രഖ്യാപിക്കും. പള്ളിയിലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ഫാത്തിയോതിങ്ങാണ്ട് ദ്വാരങ്ങാണ്ട് തീരുമാനാക്കിയിട്ട് പിരിയും. ഇങ്ങനെയൊക്കെയാണ് പഴയ പള്ളികൾ ഉണ്ടായിരുന്നത്. രണ്ട് വിഭാഗം ആളുകൾക്കിടയിൽ പള്ളിയിൽ പോയി പറയുക എന്ന പ്രയോഗം നിലവിലുണ്ടെന്നാണ്. തമ്മ തെറ്റിയാല് പള്ളി പോയി പറഞ്ഞളാന്ന് പറഞ്ഞത് രണ്ട് കൂട്ടർക്കാർക്കിടയിലാണുള്ളത്. ഒന്ന് മാപ്പിളാർക്കിടയിലും മറ്റൊന്ന് ക്രിസ്ത്യാനികൾക്കിടയിലുമാണ്. തെക്ക് ഭാഗത്തേക്ക് പോയാൽ മാപ്പിളാർ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കാണ്. നമ്മളെ ഈ ഭാഗത്തൊക്കെ വന്നാൽ മലബാർ ഏരിയയിലേക്ക് വന്നാൽ മാപ്പിളാർ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലാണ് പള്ളിയിൽ പോയി പറയുക എന്ന പ്രയോഗമുള്ളത്. പഴയ കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പള്ളിയിൽ പോയി പറയലും തീരുമാനമാകലും പതിവുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 920-കൾക്ക് ശേഷമാണ് ആദ്യമായി അങ്ങാടിയിൽ മുസ്ലിം സമൂഹത്തിന് ഓഫീസ് ഉണ്ടായത്. അതിന്റെ മുമ്പ് അങ്ങാടിയത്തെ പ്രശ്നം പള്ളിക്കന്ന് തീർക്കലായിരുന്നു പതിവ്. 920-കൾക്ക് ശേഷം പള്ളിയിലെ പ്രശ്നം അങ്ങാടിന്ന് തീർക്കലായി മാറി. നല്ലോണം മനസ്സിലാക്കേണ്ട കാര്യമാണ്. 920-ന് മുമ്പ് നമ്മളൊക്കെ നാട്ടിൽ അങ്ങാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പള്ളിയിൽ പറഞ്ഞ് പള്ളിയിൽ കൂടുന്ന ആളുകൾ തീരുമാനാക്കി പിരിയലായിരുന്നു പതിവുണ്ടായിരുന്നത്. 920-കൾക്ക് ശേഷം പള്ളിയിലത്തെ പ്രശ്നം അങ്ങാടിയിൽ വെച്ച് പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടായി. പള്ളി നിസ്കരിക്കാൻ മാത്രമാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് ആളുകൾ ചുരുങ്ങി വന്നു. സത്യത്തിൽ പള്ളികൾ മുസ്ലിങ്ങളുടെ എല്ലാ നിലയിലുമുള്ള ആശ്രയ കേന്ദ്രമാണ് എന്നുള്ളിടത്തുനിന്ന് വിട്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പള്ളി നിർമ്മിച്ചുകൊണ്ടാണ് ആദ്യമായി പള്ളിയുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളതിൽ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാണും. ഒന്ന് പള്ളിയാണ്, മറ്റൊന്ന് റിലീഫാണ്. റിലീഫിനും പള്ളികൾക്കും വലിയ പ്രാധാന്യമുള്ളതാണ്. ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണോ നമ്മുടെ മുൻഗാമികൾ വലിയ വലിയ ആൾക്കാരായി മാറിയത്, അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോയാലല്ലാതെ നമുക്ക് ഉമ്മത്തിന് പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ആ മാറ്റങ്ങൾ കുറെ സൗകര്യങ്ങളുണ്ടെങ്കിലും കുറെ അസൗകര്യങ്ങളായിട്ട് എല്ലാ മാറ്റങ്ങളും മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മഹല്ല് സംവിധാനത്തിന്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. ഒരു മഹല്ലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ആ മഹല്ലിലെ ആളുകളുടെ പുരോഗതിയാണ്. അതുറപ്പാണ്. ഏതൊരു നാടിനെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മരണപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെയോ പ്രത്യേകതയായിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുക, മമ്പറം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാല് തിരുരങ്ങാടി പോയന്റെ മേലെ കൂടെ മിനി ബസ് പോണ പാലുണ്ട് എന്നല്ല, മമ്പർത്ത തങ്ങള് എന്ന് പറഞ്ഞ ഒരാൾ അവിടെയുണ്ട് എന്നാണ്. പൊന്നാനി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന ഒരു മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ കുറച്ചും കൂടിയാണ് പോയാ കടലൈക്കാരം അതിൽ നല്ലോണം മീനുണ്ടാവും എന്നല്ലല്ലോ പൊന്നാനിയുടെ പ്രത്യേകത. മഖ്ദൂം തങ്ങൾ പറഞ്ഞ ആളുണ്ട് എന്നല്ലേ. എല്ലാ ഫളിന്റെയും പ്രാധാന്യത്തിന്റെയും പിന്നിലെ രഹസ്യം ഒരു മനുഷ്യനായിരിക്കും. മദീനയുടെ പ്രത്യേകത എന്താ? അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന, ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്നാണ്. എന്താ മദീനയുടെ പ്രത്യേകത? മുത്തുനബിയുടെ പ്രത്യേകതയാണ് മദീനയുടെ പ്രത്യേകത.
ഏത് നാട് നമ്മൾ പരിശോധിച്ചാലും ആ നാടിന്റെ പ്രത്യേകതയ്ക്കു പിന്നിൽ ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രത്യേകതയായിരിക്കും ആ നാടിനുണ്ടായിരിക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മളെ നാടിനും ഒന്നുകിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ മൺമറഞ്ഞു പോയ ഏതെങ്കിലും മനുഷ്യരുടെ പ്രത്യേകതയായിരിക്കും. അങ്ങനെ ഏതൊരു മനുഷ്യന്റെയും പ്രത്യേകത ഓന്റെ വാപ്പാന്റെ പ്രത്യേകതയായിരിക്കും. നമ്മൾ ഏതൊരു മനുഷ്യനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുക ഓന്റെ വാപ്പ ആരാണ് എന്നാണ്. അപ്പൊ ഒരു നാടിന്റെ പ്രത്യേകത ആ നാട്ടിൽ നേരത്തെ ജീവിച്ച് മൺമറഞ്ഞതോ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരാളുടെ പ്രത്യേകതയാണ്. ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ മനുഷ്യന്റെ പിതാവിന്റെ വാപ്പാന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ പ്രത്യേകതകൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ മഹലിലെ ആളുകളുടെ പുരോഗതിയാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹലിലെ ആളുകൾ പുരോഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഈമാന്റെ പുരോഗതിയാണ്, രണ്ടാമത്തേത് തഖ്വയുടെ പുരോഗതിയാണ്, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയാണ്, നാലാമത്തേത് ബുദ്ധിയുടെ പുരോഗതിയാണ്, അഞ്ചാമത്തേത് സ്വഭാവത്തിന്റെ പുരോഗതിയാണ്, ആറാമത്തേത് സമ്പത്തിന്റെ പുരോഗതിയാണ്, ഏഴാമത്തേത് മസ്ലഹത്തിന്റെ പുരോഗതിയാണ്. 7 പുരോഗതികളാണ് പ്രധാനമായും ഏതൊരു നാടിന്റെയും പുരോഗതി എന്ന് പറഞ്ഞത്. ഈ 7 മാനദണ്ഡങ്ങൾ വെച്ച് 7 മാനദണ്ഡങ്ങളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഇനി അതിന്റെ ബാക്കി പൂർത്തിയാക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ എടുക്കുക, ഏതൊരു പ്രദേശത്തിന്റെയും ഒന്നാമത്തെ പുരോഗതി ആ പ്രദേശത്തെ ആളുകളുടെ ഈമാനിന്റെ പുരോഗതിയാണ്. നാട്ടുകാർക്ക് എത്ര കണ്ട് ഈമാൻ ഉണ്ട് എന്നതിനനുസരിച്ചാണ് ഒരു മഹലിന്റെ പുരോഗതിയിലെ ഒന്നാമത്തെ മാനദണ്ഡം. ഈമാൻ ഉണ്ടെങ്കിൽ മറ്റു ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഈമാൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും, നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല, നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. ജുമയ്ക്ക് പോയില്ലെങ്കിൽ കാഫിറാവൂല, ജുമയെ നിഷേധിച്ചാൽ കാഫിറാവും. ഈമാൻ ഉണ്ടെങ്കിൽ ബാക്കി ഒന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഈമാൻ ഇല്ലാതെ. അതുകൊണ്ട് ഒരു നാടിന്റെ ഒന്നാം പുരോഗതി എന്ന് പറയുന്നത് ആ നാട്ടിലെ ആളുകളുടെ ഈമാന്റെ പുരോഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലായിടത്തും ബാധകമാണ്. മഹല്ല് ജമാഅത്ത് നാട്ടുകാർക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതി ഒന്ന് ഈമാൻ. വാപ്പ മക്കൾക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതിയിൽ ഒന്ന് ഈമാൻ. ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്കുണ്ടാക്കി കൊടുക്കേണ്ട പുരോഗതിയിൽ ഒന്നാമത്തേത് ഈമാൻ. ആർക്കും ഉണ്ടാക്കി കൊടുക്കേണ്ട ഒന്നാമത്തെ പുരോഗതി ഈമാനാണ്. ഈമാനികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഈമാനിന്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കണം. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈമാൻ ഉണ്ടാവാനുള്ള കാരണം എല്ലാ വ്യാഴാഴ്ചയും ഉംറക്ക് പോയിരുന്നു എന്നല്ല, എല്ലാ മാസത്തിലും ഉംറക്ക് പോയിരുന്നു എന്നുള്ളതല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ ഉണ്ടാകാനുള്ള കാരണം എപ്പോഴും ഖുർആൻ ഓതിങ്ങാണ്ട് ഖത്തം തീർത്ത് തോരന്നിരുന്നു എന്നുള്ളതല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈമാൻ കൂടാണ്ടായ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ്. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യമാണ് ഈമാന്റെ അസ്ലി എന്ന് മനസ്സിലാക്കിയാലേ നമ്മുടെ മഹല്ലേക്ക് ഈമാൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. പഴമക്കാര് കുട്ടികളെ, എടാ നിങ്ങൾ വർത്താനല്ലല്ലോ പറയണേ, ചായ കുടിക്കല്ലേ? എന്താണ് അതിൽ? ചായനല്ലേ അതിൽ? എന്താ കിട്ടിക്കണേ? ചായനല്ലേ? നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞാൽ ആൾക്കാരൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കൂലേ? മോശമല്ലേ അത്? ചായ കുടിച്ചോളിട്ടോ സാറായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂത്രയിക്കാൻ മുട്ടുമ്പോൾ നീച്ച് പോയിക്കോളുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സാർ ഒരു യാനബി എല്ലാവരും ചെല്ലിയാലോ സാറാവും. യാനബി സലാം
അലൈക്കും യാ റസൂൽ യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. മുഅ്മിനീങ്ങളെ, നമ്മളെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിരുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. ബദരീങ്ങളെ ആണ്ടിനേക്കാൾ, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിനേക്കാൾ, മഹലിന്റെ വാർഷികത്തേക്കാൾ, വീട്ടിലെ കല്യാണത്തേക്കാൾ എന്തിനോട് താരതമ്യം ചെയ്താലും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12-നായിരുന്നു പഴയ ആൾക്കാർ. എത്ര ഇല്ലാത്തവനും കുട്ടികൾ ആ കൊടിയും പൊടിച്ചിങ്ങാണ്ട് പേരൻ്റെ അടുത്ത് കൂടി വരുമ്പോൾ ഒരു പാക്കറ്റ് മുട്ടായി പൊട്ടിച്ചിങ്ങാണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കലക്കിയിട്ടെങ്കിലും കൊടുക്കും. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയത്. അതിനാണ് എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ് ഈമാന്റെ അസ്ല്. അത് തന്നെയാണ് കാരണം. ഈമാൻ ഉണ്ടാണെങ്കിൽ മുത്തുനബിയോട് താല്പര്യം ഉണ്ടാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഫളിൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയതാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കളിക്കൂട്ടുകാരനായിരുന്നു. അവർ ഒന്നിച്ച് കളിച്ചിരുന്ന ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി. കച്ചവടം നടന്നുകൊണ്ടിരിക്കെ രാത്രിയിൽ ഉറങ്ങുമ്പോ ഒരു കിനാവ് കണ്ടു. ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ദിവസത്തിൽ അത്ഭുതാവഹമായ നിലയിൽ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നു. മേലല്ല, കുറച്ച് താഴെ ഒരു വലിയ ചന്ദ്രൻ ഉദിച്ചു വന്നിട്ട് ആ ചന്ദ്രൻ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറിയിട്ട് മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും അതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കിനാവ് കണ്ടത്. അത് പോയതിന്റെ ശേഷം കുറച്ചു കഴിഞ്ഞ് ആ പോയ കഷ്ണങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്ന് വീണ്ടും അത് പഴയ ചന്ദ്രനായി രൂപാന്തരപ്പെട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ വന്നിരിക്കുന്നതായി കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പൊ അതിങ്ങനെ അണഞ്ഞുകൂട്ടി ഇങ്ങനെ പിടിച്ചതോടുകൂടി കണ്ണു തുറന്നു. സ്വപ്നം കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു അവിടെ. അയാളുടെ അടുക്കൽ പോയിട്ട് ഇന്നലെ കണ്ട കിനാവിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിന്റെ തഅബീർ എന്ന് പറഞ്ഞു. ആ കച്ചവടം കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ മടങ്ങിയെത്തിയപ്പോ കച്ചവട സ്ഥലത്ത് നിന്ന് മടങ്ങി വരുമ്പോ മക്കയിൽ കിട്ടാത്ത എന്തെങ്കിലും സാധനം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ അതും വാങ്ങിയിട്ടാണ് മടങ്ങി വരിക. അങ്ങനെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലഅനത്തുല്ലാഹി അലൈഹി ആയ അബൂജാഹിൽ വന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ നാട്ടിലെ വല്ല വിവരം എൻ്റെ അടുത്തുണ്ടോന്ന് ചോദിച്ചു. അന്നത്തെ പേര് അബൂബക്കർ എന്നല്ലട്ടോ, നമുക്ക് പറയാൻ പറ്റിയ പേര് അബൂബക്കർ എന്നായതുകൊണ്ട് അത് പറഞ്ഞതാണ്. നാട്ടിലത്തെ വല്ല വിവരം എൻ്റെ അടുത്തുണ്ടോ ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അടുത്ത് പുതിയ വിവരങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അബൂജാഹിൽ മെല്ലെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം പെരേ പോയി ഒന്ന് കുളിച്ച് തുണിങ്കുപ്പായി മാറ്റിയിട്ട് ഇലാ ഹദറത്തി ഹബീബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ചെന്ന് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ സത്യമാണ്. അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നോദിക്കൊടുത്തത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
നിങ്ങൾ നബിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നു. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന്റെ അസ്ല് എന്ന് പറഞ്ഞത്. ഞമ്മക്കോ ഈമാൻ ഉണ്ടാകണമെങ്കിൽ മുത്തുനബിയോട് താല്പര്യമുണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. നമ്മളെ ഈമാൻ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ വിശ്വാസം വന്നതിന്റെ ശേഷം മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസം വരിക എന്നുള്ളത് ഉണ്ടാവില്ല. മുഹമ്മദ് നബിയെ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാഹുവിനെ വിശ്വാസം വരിക എന്നുള്ളതാണ് ഉണ്ടാവുക. ഖുർആൻ വിശ്വാസം വന്നതിനാൽ മുഹമ്മദ് നബിയെ വിശ്വാസം വരലല്ല ഉണ്ടാവുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണെന്ന് വിശ്വാസം വന്നതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാകലാണ് ഉണ്ടാവുക. എല്ലാ ഈമാൻ കാര്യവും അങ്ങനെ തന്നെയാണ്. സിറാത്ത് പാലം വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബി റസൂലാണെന്ന വിശ്വാസം വരണം. ഖബറിൽ ചോദ്യമുണ്ടെന്ന വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന വിശ്വാസം വരണം. ഖബറിൽ ജീവിതമുണ്ടെന്ന വിശ്വാസം ഉണ്ടാകണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന വിശ്വാസം വരണം. ദുനിയാവ് കഴിഞ്ഞാൽ മഹ്ശറ ഉണ്ടെന്ന ഈമാൻ വരണമെങ്കിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന ഈമാൻ വരണം. ഈമാന്റെ അസ്ല് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് ഉണ്ടായി റജബ് 27-ന്. മിഅ്റാജ് ഉണ്ടായതിന്റെ ശേഷം പിറ്റേന്ന് രാവിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബമക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അബൂജാഹിൽ കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി. ഓൻ ചെന്നു അടുത്ത് എന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, അന്റെ ഇരുത്തം കണ്ടാൽ എന്തോ ഒന്ന് സംഭവിച്ച മാതിരി തോന്നുന്നുണ്ടല്ലോ, പുതിയ വല്ല വിവരം ഉണ്ടോന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ സാന്നിധ്യത്തിൽ ചെന്ന് അള്ളാഹുവുമായി സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വന്ന് പോയ വഴിയിലൂടെ തന്നെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ ലഅനത്തുല്ലാഹി അലൈഹിയായ അബൂജാഹില് ഒന്നടി ചിരിച്ചു. എന്ത് ചിരി? ആക്കണ ചിരി എന്ന് നമ്മൾ പറയില്ലേ, ആയാതി ചിരി. എന്നിട്ട് ഓന്റെ ആൾക്കാരൊക്കെ വിളിച്ചു, വരിയടാ എല്ലാവരും വരി. ഓന്റെ അബൂജാഹിലിന്റെ ആൾക്കാരൊക്കെ വിളിച്ചു വരുത്തി, എല്ലാരും വരി, എല്ലാരും വരി. എന്നിട്ട് അബൂജാഹിൽ പറഞ്ഞു, നിങ്ങൾ കേട്ട മുഹമ്മദ് പറഞ്ഞത്? ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്നാണ് നീച്ചിട്ട് നമ്മളൊരു 10-40 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ മാത്രം എത്തിച്ചേരുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയെന്നും അവിടുന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ച് അള്ളാഹുമായി കണ്ട് സംഭാഷണമൊക്കെ നടത്തിയിട്ട് പോയ വഴിയിലൂടെ നടന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന അതേ സ്ഥലത്ത് മടങ്ങിയെത്തി എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ കൂടെയുള്ള ആൾക്കാരും ചിരിച്ചു. എന്ന് പറഞ്ഞാൽ ആക്കാൻ കൂടി കൊടുത്തു. ഇത് കേട്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ പ്രശ്നം? അതിൽ അബൂജാഹിൽ പറഞ്ഞു, ഒന്നും അറിഞ്ഞിട്ടില്ല ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു വിടല് വിട്ടിട്ട് എമ്മാതിരി വിടലാന്ന് അറിയാൻ എനിക്ക് എന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി അള്ളാഹിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് മൂസാ നബിനെ കണ്ട് അവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നേരം വെളുത്തപ്പോ അതിന് പിടിക്കാനുണ്ട് എത്തിന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ ഒരു ചോദ്യം ചോദിച്ചു. ഒറ്റ ചോദ്യം, ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാഹിൽ പറഞ്ഞു, പറഞ്ഞത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയോട് എത്ര ഉണ്ട് താല്പര്യമുണ്ട്, അതിന്റെ പേരാണ് ഈമാൻ. ലിബറലിസം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ്. യുക്തിവാദം എന്താ? മുത്തുനബിനോട് താല്പര്യക്കുറവ്. നിരീശ്വരവാദം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ്. ബിദ്അത്ത് എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താ? മുത്തുനബിനോടുള്ള താല്പര്യം
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. അതുകൊണ്ട് ഈമാൻ ഉണ്ടാവണം നാട്ടുകാർക്ക് എങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പഴയ ആൾക്കാരൊക്കെ സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. കുടിരിക്കലിന് ആദ്യം കൊണ്ടക്കണ സാധനം ഒരു മുസാഫും ഒരു മൗലിദ് കിതാബുമാണ്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലത്. എന്താ കാരണം? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് കഅബ ഉണ്ടാക്കി. ആദ്യമായി കഅബ നിർമ്മിക്കുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകളാണെന്നാണ് കഅബ ഉണ്ടാക്കി. പിന്നീട് സയ്യിദുന അബുൽ ബശർ ആദം നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ വന്ന് കഅബയിൽ ഇബാദത്ത് എടുക്കാൻ ആരംഭിച്ചപ്പോ കഅബയുടെ നേരെ മുകൾ ഭാഗത്തുള്ള ബൈത്തുൽ മഅമൂർ എന്ന വീട്ടിലേക്ക് മലക്കുകളുടെ എന്ന ഭവനത്തിലേക്ക് മലക്കുകൾ അവരുടെ തവാഫിനെ മാറ്റി ഭൂമിയിലെ കഅബ മനുഷ്യന്മാർക്കാക്കി. ആ കഅബ ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകളാൽ നിർമ്മിച്ച കഅബ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ളായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു. പിന്നീട് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടി കഅബ പുതുക്കി പണിതു. ആ കഅബ തകർക്കാൻ വേണ്ടി മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ആനപ്പടയുമായി അബ്രഹത്ത് എന്ന രാജാവ് വന്നപ്പോ ആനപ്പടയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തകർത്ത് കളഞ്ഞു. ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബ നൂഹ് നബിയുടെ കാലത്ത് അല്ലാഹു തകർത്തു. ആരെ പൊളിച്ചത്? അള്ളാഹു തന്നെ പൊളിച്ചത്. കഅബ തന്നെ പൊളിച്ചിട്ടുണ്ടായി. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബയുണ്ടാക്കി. ആ കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോൾ അല്ലാഹു ആനപ്പടയെയാണ് പൊളിച്ചത്, കഅബ പൊളിക്കാൻ സമ്മതിച്ചില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പ് മലക്കുകൾ ഉണ്ടാക്കിയ കഅബയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ചേർന്നുണ്ടാക്കിയ കഅബയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്ന് പരിശോധിച്ചാൽ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ ഉണ്ടാക്കിയിട്ട് ഒരു ദുആ നടത്തിയിരുന്നു. ആ ദുആയിൽ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ. അല്ലാഹുവേ, ഞാൻ ഈ കഅബയുണ്ടാക്കുന്നത് ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബിയെ യാത്രയാക്കാനാണ്. ഇവർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ അലൈഹിസ്സലാം. ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കളൊക്കെ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണുള്ളത്, അഷ്റഫുൽ ഖൽഖായ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു നബി വരാനാണ് ഞാൻ ഈ കഅബയുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് മുഹമ്മദ് നബിക്ക് വരാനാണ് എന്നർത്ഥം. നാളിനോട് ഒരാൾ ചോദിച്ചു, എന്തിനാ കുടിരിക്കലിന് മങ്കൂസ് മൗലൂദ് ഓതുന്നത്, യാസീൻ ഓതിയാ പോരേ? യാസീൻ മാത്രം ഓതിയാ പോരാ, തബാറക്കി ഓതണം. മങ്കൂസ് മൗലൂദ് ഓതണ്ടോടത്ത് അതന്നെ ഓതണം. മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിജയിക്കും. ഇനി കഅബ പൊളിയല്ലോ. ഖിയാമത്ത് നാളിന്റെ അശ്റാത്തുസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പറയുന്നുണ്ട്, കഅബ പൊളിച്ച് അതിന്റെ ഓരോ കല്ലുകൾ വരി നിന്ന് കടലിൽ ഒഴുക്കിക്കളയുമെന്ന്. ഇനി കഅബ പൊളിയും. എന്താ കാരണം? മുഹമ്മദ് നബി വന്നു പോയതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുപോയി എന്നതാണ് കാരണം. അപ്പോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ വായിദുസ്താ വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ൽ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുതിയ തലമുറക്ക് എത്ര താല്പര്യമുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോവുക. ഇന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഇസ്ലാമെന്ന് പുറത്തു പോണ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നടക്കാതിരിക്കണമെങ്കിൽ ഖൽബിൽക്ക് മുഹമ്മദ് നബി കയറിയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
സഹാബത്തിന് കയറിയതുപോലെ 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഒരാൾ നിസ്കരിച്ച് ദ്വാരുന്നാലും സ്വർഗത്തിൽ പോകുമെന്നുറപ്പില്ല. എന്നാൽ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സെക്കൻഡ് സമയം കാണുകയും ഈമാനോടുകൂടെ നബി തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വഹാബി എന്ന് പറയും. സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായിരിക്കുമെന്നതാണ്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? ഈമാൻ കൂടുതലുണ്ടാവും നബി തങ്ങളെ കണ്ടാൽ എന്നതാണ് പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാല് കസാല ഒഴിവുള്ളടത്തൊക്കെ ഇരിക്കും. ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് കസാല ഉണ്ട്, ഇങ്ങോട്ട് പോരാവുന്നതാണ്. ഈ ഭാഗത്ത് കുറച്ച് കസാല ഉണ്ട്. സംഘാടകർക്ക് പന്തലിട്ടത് മുതലാവും വേണം. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ആ സ്ത്രീകളൊക്കെ മുന്നിൽക്കൊന്നൊരൽപ്പം കയറിയിരുന്ന് കൊന്ന് സഹകരിച്ചാൽ, ഒഴിവുള്ള കസാലക്കൊന്ന് പിന്നെ ബാക്കിലേക്ക് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഒന്നും കൂടി ആ മഴയത്തുള്ള കുട്ടികളെയൊക്കെ എടുത്ത സ്ത്രീകളൊക്കെ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റും. നോട്ട് ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുക. മുന്നിൽ കുറച്ച് കസാല രണ്ട് സൈഡിലും ഒഴിവുണ്ട്, വലത് സൈഡിലും ഇടത് സൈഡിലും. അതൊക്കെ ഉപയോഗപ്പെടുത്താം. പ്രാർത്ഥിക്കുവാൻ 10 അദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്, മഴ പെയ്തിരിക്കും സമയം അതിലൊന്നാണ്. മഴയുമ്പോ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ പറയ് എല്ലാവരും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മഴ പോയി തോന്നുന്നുണ്ട്. ഞാനും തന്നെ അങ്ങനെ ആലോചിച്ചിരുന്നു, ആ പുറത്തുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറ്റാൻ എന്താ വയ്യെന്ന്. അപ്പൊ അല്ലാഹു തആല നല്ലൊരു വയ്യന് കാണിച്ചു തന്നതിന്, വേറെ പൈലൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് റാഹത്തുണ്ട്, നല്ല സാഹസായി കിട്ടിയിട്ടുണ്ട്. അതായത് അപ്പൊ 2 വരി ബൈത്ത് ചൊല്ലിയിട്ട് നമുക്ക് യാ നബി ആയിക്കോട്ടെ. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي يا رسول سلام عليكم يا حبيب صلوات الله عليكم. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മഹലിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഇത് മഹല് ശാക്തീകരണം വിഷയമായതുകൊണ്ട് അങ്ങനെ പറയാട്ടോ, കുടുംബത്തിന്റെ പുരോഗതിയും തന്നെയാണ്.
ശിഷ്യന്മാരെ പുരോഗതി എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ്. മൂമിനും മുസ്ലിമുമായ മനുഷ്യന്റെ ഒന്നാമത്തെ പുരോഗതി ഈമാന്റെ പുരോഗതിയാണ്. നമ്മളെപ്പോഴും ദീർഘായുസിന് തോരക്കല്ലോ, പഠിച്ചോനെ ദീർഘായുസ് തരണേ, എല്ലാവരും ആമീൻ പറയും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. സംഗതി മഴ പെയ്യുമ്പോ നല്ലോണം വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയ ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ നമ്മളാരും തോരക്കലില്ലല്ലോ. മരം പൊളിഞ്ഞാടിയിട്ട് മരത്തിന്റെ ചോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും. പാമ്പ് കടിച്ച് മരിച്ചാല് ഷഹീദിന്റെ കൂലിട്ടും. പക്ഷെ നമ്മളാരും പഠിച്ചോനെ അടുത്തോ അല്ലെങ്കിലും കുറച്ച് നല്ലോണം വെള്ളം വന്നിട്ട് ആയിക്കൂടെ എന്നെ ഒലിപ്പിക്കണേന്ന് തോർക്കൂല. നമ്മളൊക്കെ എന്തെന്നെ തോർക്കുള്ളൂ? ദീർഘായുസ് തരണേ അല്ലാ. 80 വയസ്സ് കഴിഞ്ഞ മഹലിലെ ആളുകൾക്ക് ആദരവ് കൊടുക്കുന്നുണ്ടെന്ന്. നല്ല പരിപാടിയാണ്. വയസ്സന്മാരെ നല്ലോണം പരിഗണിക്കേണ്ട തന്നെയാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ദീർഘായുസ് കൊണ്ട് എന്താ ഗുണം? വണ്ടിന്റെ ചോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലി കിട്ടും. ദീർഘായുസ് കൊണ്ട് എന്താ ഗുണം? ദീർഘായുസ് കൊണ്ട് ഈമാൻ കൂടുന്നുള്ളതാണ് ഗുണം. 50 വയസ്സുള്ള ഒരാൾക്കും 80 വയസ്സുള്ള ഒരാൾക്കും ഒരേ ഈമാനാണെങ്കിൽ 30 കൊല്ലം വെറുതെ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. കഴിഞ്ഞ റബീഉൽ അവ്വലിനേക്കാൾ ഈ റബീഉൽ അവ്വലിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ മാല കെട്ടിയ പൈസ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല. കഴിഞ്ഞ റമദാനിനേക്കാൾ ഈ റമദാൻ ശരീഫില് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു കൊല്ലം പോയി എന്നല്ലാതെ നേട്ടമൊന്നുമില്ല. ദീർഘായുസ് കൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഈമാനിന്റെ വർധനവാണ്. അല്ലാഹു പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കൈകൊണ്ട് എനിക്ക് മരിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവർകൾ മകനായ അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുല്ലാഹിബിൻ ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ആയിഷ ബീവിയുടെ അടുക്കൽ ഒന്ന് പോകണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും കിടക്കുന്ന സ്ഥലത്ത്, അത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ വീട്ടിലാണ് കിടക്കുന്നത്. അമ്പിയാക്കൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ്. ഭൂരിഭാഗം അമ്പിയാക്കൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപൂർവമായി ചില നബിമാർ മാത്രമാണ് വ്യത്യാസമുള്ളത്. വ്യത്യാസമുള്ള ഒരാളായിരുന്നു സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അവിടെ അല്ല മറവ് ചെയ്തത്. യൂസുഫ് നബി മരണപ്പെട്ടപ്പോൾ ഒരു തർക്കം ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റില് അഥവാ ഇന്നത്തെ ഈജിപ്തില് നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസമുള്ളത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന കുറെ ആളുകൾ വന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മഹാനവർകളെ, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർത്താൽ തരക്കടില്ലായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ട് പറഞ്ഞു. അതെന്തേന്ന് ചോദിച്ചു. അതെന്തേ നിങ്ങളെ നാട്ടില് ഒന്ന് കുറച്ചാലം വന്ന് താമസിക്കാനെന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇങ്ങോട്ട് നോക്കിയ എല്ലാരും ആ ഉസ്താദ് അവിടെ കുറെ ചങ്ങന്മാര് കൂടിക്കണ് കണ്ടപ്പോളേ ഓല അവിടെ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങളത് നോക്കിയെന്ന് എങ്ങനെ സംഗതി എടുക്കും? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നല്ല വിഷയം നടക്കണം. ഉസ്താദിന്റെ ഡ്യൂട്ടി വളരെ ഭംഗിയായി നിർവഹിക്കുക. നിങ്ങളെ ഡ്യൂട്ടി ഇപ്പൊ എന്റെ വയല് കേൾക്കലാണ്. അത് ഉഷാറായിട്ട് കേൾക്കുക. ഒന്നുകിൽ 10:30 മണിയാകുന്നത് വരെ, അല്ലെങ്കിൽ തങ്ങൾ പാപ്പ വരുന്നത് വരെ. രണ്ടിലൊന്നാണ് ഇവിടെ സംഭവിക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി എല്ലാരും. അന്ത മുൻജീന ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇങ്ങോട്ട് നോക്കി എല്ലാരും മുഅ്മിനീങ്ങളെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞേ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം നൈൽ നദിയുടെ ഒരു കരയിലാണ് താമസിക്കുന്നത്. ഒരിക്കൽ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ വന്നിട്ട് യൂസുഫ് നബിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ കുറച്ചാലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. അതെന്തിനാ ഞങ്ങളെ നാട്ടിൽ പാർക്കണെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ എല്ലാവർക്കും നല്ലോണം പൈസ ഉണ്ടായിട്ടുണ്ട്,
നിങ്ങൾ അവിടെ വന്ന് പാർത്ത അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ പോയി പാർത്തു എന്നാണ്. ഓര് വിചാരിച്ച മാതിരി തന്നെ ഓർക്ക് നല്ലോണം പൈസ ഉണ്ടായി, നല്ല പൈസക്കാരായി, കടക്കെ വീടി, പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായി, കച്ചവടമൊക്കെ ഉണ്ടായി, കൃഷിയൊക്കെ നടന്നു ഉഷാറായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. മടങ്ങിപ്പോരുന്നതിന് മുമ്പ് മരിച്ചു. മരിച്ചപ്പോൾ ഒരു തർക്കമുണ്ടായി. ഓല് പറഞ്ഞു, അക്കരമക്കാര് പറഞ്ഞു അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവ് ചെയ്യണം എന്നാണ്, ഇവിടെ തന്നെ മറവ് ചെയ്യണം. ഇക്കരമക്കാര് പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ നിന്നേ തൽക്കാലം ഒന്ന് കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നതാണ്, അയക്കൂല, ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കാറ്. അങ്ങനെ തർക്കായി. ആംബുലൻസ് ഉണ്ടായിരുന്നോ അന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. അല്ല, ഇനി പൈമ എങ്ങനെ ആലോചിച്ചെടുക്കും അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞു. അവസാനം തർക്കമായി എന്ന് പറഞ്ഞ് അത് തഫ്സീറിലൊക്കെ പറയുന്നുണ്ട്, ഹത്താ യഖ്തത്തിലു എന്നാണ്. രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി എന്നാണ്, മയ്യത്ത് വിട്ടിട്ടാന്. അവസാനം രണ്ട് നാട്ടിലെയും ജഡ്ജിമാർ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? നൈൽ നദിക്ക് കുറുകെ മണലും ചാക്ക് വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ടു ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം എന്ന് തീരുമാനിച്ചിട്ട് യൂസുഫ് നബിയുടെ നൈലിന്റെ നടുവിലാണ് മറവ് ചെയ്തത് എന്നാണ്. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അള്ളാഹു സ്വപ്നം മുഖേനയായി യൂസുഫ് നബി അവിടെ നിന്ന് എടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുക്കൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൈൽ നദിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഉൾക്കൊള്ളുന്ന പേടകം, ആ പെട്ടിയെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോ അമ്പിയാക്കൾ എവിടുന്നാ വഫാത്തായത് വെച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യലാണ് പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുടെ കട്ടിലുമ കടന്നിട്ടാണ് മരിച്ചിട്ട് വഫാത്തായിട്ടുള്ളത്. ആ കട്ടിലിന് മാറ്റിങ്ങാണ്ട് അതിന്റെ ചോട്ട് തന്നെയാണ് മറവ് ചെയ്തത്. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ മറവ് ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആയിഷ ബീവിയുടെ അടുക്കലൊന്ന് പോകണം, അതിന്റെ അടുത്ത് എനിക്കൊരു സ്ഥലം തരുമെന്ന് ചോദിച്ചു നോക്കണം. പിന്നെ പോയി പറയുമ്പോ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ചോദിക്കാന്. അമീറുൽ മോമിനീൻ ചോദിക്കാൻ പറഞ്ഞതാന്ന് പറയരുത്, ഉമർ ചോദിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെ അമീറുൽ മോമിനീൻ അല്ലാതെ ആയിട്ടുണ്ട്, ഇനി എനിക്ക് ഭരിക്കാനൊന്നും കഴിയൂല, മരണം ഉറപ്പായിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ഭരിക്കൊന്നുമില്ല, അതുകൊണ്ട് അമീറുൽ മോമിനീൻ എന്ന് പറയണ്ട, ഉമർ ചോദിക്കാൻ പറഞ്ഞതാണെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു ചോദിച്ചു. ആയിഷ ബീവി സമ്മതിച്ച വിവരം അറിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രേ അൽഹംദുലില്ലാഹ്, എനിക്ക് ഈ ദുന്യാവിലുണ്ടായ ഏറ്റവും വലിയ ടെൻഷൻ നബിതങ്ങൾ എടുത്തൊരു ഖബറിന് സ്ഥലം കിട്ടൂലേ എന്നുള്ള ടെൻഷൻ മാത്രമായിരുന്നു, അത് തീർന്നതിൽ സന്തോഷമുണ്ട് പറഞ്ഞു എന്നാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനേക്കാൾ അപ്പുറത്താ പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ, വഫാത്തിന് മുമ്പ് തന്റെ മക്കളെയും അനുയായികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് റൗള ഷരീഫിന്റെ അടുത്ത് കൊണ്ടച്ചിട്ട് നബിനോട് ചോദിക്കണം അബൂബക്കറിനെ കൊടുത്തിട്ടുണ്ട് എന്താ കാട്ടേണ്ടത് എന്ന്. ആ ചോദിക്കാൻ പറഞ്ഞ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിനാണ് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. ആ ഖബറിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടുന്നുള്ള ഉറപ്പില്ലേ, ആ ഉറപ്പിന്റെ പേരിന് ഇഷ്ട് എന്ന് പറയും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചിട്ട് സ്വഹാബത്ത് റൗള ശരീഫിന്റെ അടുക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ചോദിച്ചു. മറുപടി വന്നു, ഉദ്ഖുലിൽ ഹബീബ ഇലൽ ഹബീബ്, ഇഷ്ടനെ ഇഷ്ടനിലേക്ക് പ്രവേശിപ്പിച്ചു കൊള്ളുക. അങ്ങനെയാണ് മഹാനായ സയ്യിദ്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ മറവ് ചെയ്യുന്നത്. എന്താ സ്വഹാബത്തിന്റെ പ്രത്യേകത? മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ പറഞ്ഞത്. സ്വഹാബത്തിന്റെ അടുത്ത് വേറെ ആരും എത്തൂല. എന്തേ കാരണം? ഓലും മുത്തുനബിനെ നേരിട്ട് കണ്ടവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ കാരണം. അതുകൊണ്ട് ഈമാൻ കൊണ്ട് വേറെ ആരും അടുക്കും എത്തൂല. അതന്നെയാണ് കാരണം. അപ്പൊ ഒന്നാമത്തത് ഈമാന്റെ സംരക്ഷണമാണ്. അതിന് മുഹമ്മദ് നബി ഖൽബിൽ വലുതാവണം. എത്ര വലുതാവുന്നോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. മുഹമ്മദ് നബി കൽബിൽ ചെറുതായി വന്നാൽ ആദ്യം ബിദ്അത്ത്, പിന്നീട് അത് യുക്തിവാദമായി മാറും, മെല്ലെ നിരീശ്വരവാദത്തിലേക്ക് പോകും. മുഹമ്മദ് നബി ചെറുതായി ഈമാൻ പോകുന്ന 100% ഉറപ്പാണ്. അള്ളാഹുവിനെ എതിർത്ത് സംസാരിച്ചവൻ അവസാനം തൗബയിട്ടി ഈമാണ്ടായി ഷഹാദത്ത് കല്ലി മുസ്ലിമായി സ്വർഗത്ത് പോയിട്ടുണ്ട്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന ഒരാള്. മദീനയിൽ മുനാഫിക്കുകളുടെ നേതാവ്. 5 വക്തിനും പള്ളിക്കുണ്ടാവും. യുദ്ധത്തിന് പോകുമ്പോ കൂടെ പോരും. അയാൾ മരിച്ചു. മറവ് ചെയ്യുന്ന സ്ഥലത്ത് നബി തങ്ങൾ ചെന്നു, ഖബറിലേക്ക് ഇറങ്ങി നിന്നു. മയ്യത്ത് തൊടമ്മക്ക് വാങ്ങിവെച്ച് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് പുതച്ചു കൊടുത്തിട്ട് അയാളെ മറവ് ചെയ്ത് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് മറങ്ങി വരുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്തോതി കൊടുത്തു. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 തവണ പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ. ഈ ലോകത്ത് ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ ഇൻസൾട്ട് ചെയ്തവൻ മാത്രമാണ് പരാജയപ്പെടുക. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ടാമത്തേത് വിജ്ഞാനത്തിന്റെ ഉയർച്ചയാണ്. രണ്ടാമത്തെ പുരോഗതി ഇൽമിന്റെ ഉയർച്ച. ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് മുഹമ്മദ് നബിനെ പറ്റിയുള്ള ഇൽമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരത്തിൽ വെച്ച്, കാരണം എന്താ? കാരണം ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണെന്നുള്ള തന്നെ കാരണം. ലോകത്തെ ഏറ്റവും വലിയ ജാഹിൽ അബൂജാഹിലാണല്ലോ ലഅനത്തുല്ലാഹി അലൈഹി. ജഹല് 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് ജഹല് മുറക്കബ് എന്ന് പറയും, മറ്റൊന്ന് ജഹല് ബസീത്ത് എന്ന് പറയും. രണ്ടും കൂടിയതാണ് അബൂജാഹിൽ എന്ന സാധനം. 2 ജഹലും കൂടിയിട്ടുള്ളതാണ്. അബൂജാഹിൽ പറഞ്ഞാല് ഒരു വിവരമില്ലാത്തോന് എന്നല്ല. അബൂജാഹിലിന് ഒരു വിവരമില്ല എന്നല്ല, ഒരു വിവരമില്ലാത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ എത്തുന്നുണ്ട് നമ്മളെ സദസ്സിലേക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവാണ് അറിവിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്നൊരാശയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും ദുആ ചെയ്യും, പഠിച്ചവനെ നാഫിയായ ഇൽമ് നൽകണേ എന്ന്. സത്യത്തിൽ നാഫിയായ ഇൽമ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ളാറായ ഇൽമ് എന്നാണ്. നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള ഇൽമ് എന്നാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉപദ്രവമുള്ള ഇൽമ് എന്നാണ്. നാഫി എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ളാറ് ഉപദ്രവമുള്ളത്. ഉപകാരമുള്ള ഇൽമ് തരണേന്ന് നമ്മളെപ്പോഴും തോരക്കും. പക്ഷേ ഇൽമ് 2 എണ്ണം ഇല്ല എന്നാണ്. ഇൽമ ഒന്നേ ഉള്ളൂ, ആളാണ് 2 എണ്ണം. ഉപകാരമുള്ള മനുഷ്യൻ പഠിക്കുന്ന ഏത് വിവരവും ഉപകാരമുള്ളതും, ഉപദ്രവമുള്ള മനുഷ്യൻ ഏത് വിവരം പഠിച്ചാലും ഉപദ്രവമായിരിക്കും എന്നാണ്. ചേകനൂർ മൗലവി എന്നിട്ടൊരാളുണ്ടായിരുന്നു, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 30 ജുസുവും കാണാതെ പഠിച്ച ഹാഫിളാണ്. പഠിച്ചത് ഖുർആനായിരുന്നു. ഉപദ്രവമായി. എന്താ കാരണം? ആള് ചേകനൂരായതാണ് കാരണം. അപ്പോൾ ആള് ഉപദ്രവമുള്ള ആളാണെങ്കിൽ അവൻ പഠിക്കുന്ന ഏത് വിവരവും ഉപദ്രവമുള്ള ഇൽമാണാകുക. മനുഷ്യൻ ഉപകാരമുള്ളവനാണെങ്കിൽ ഇസ്ലാം വിരോധിക്കപ്പെട്ടതും സബുൽ മുബിഖാത്ത് എന്ന് പറയുന്ന 7 വൻപാപങ്ങളിൽപ്പെട്ട ഒന്നുമാണ് സിഹിർ പണി, മാരണവിദ്യ എന്ന് പറയുന്നത്. അത് നന്നായി പഠിച്ച ആളായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഉപകാരമുള്ളതാ ഉപദ്രവമുള്ളതാന്ന് ചോദിച്ചാൽ ഉപകാരമുള്ള ഇൽമാണ്. എന്തുകൊണ്ട്? പഠിച്ചത് ഗസാലി ഇമാം ആയതിനാൽ എന്നതാണ് കാരണം. അപ്പൊ ഏത് വിവരവും പഠിക്കുന്നവൻ ഉപകാരമുള്ളവനാണെങ്കിൽ അത് ഉപകാരമുള്ള ഇൽമും, പഠിക്കുന്നവൻ ഉപദ്രവമുള്ളവനാണെങ്കിൽ അത് ഉപദ്രവമുള്ള ഇൽമുമായിട്ട് മാറും. വിവരം ഉണ്ടായത് കൊണ്ടായില്ല എന്നാണ്. വിവരത്തിന്റെ പരിപാലനം ഉണ്ടായിരിക്കുന്നതിനാണ് നാഫിയായ ഇൽമ് എന്ന് പറയുക. വിവരം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഒരാളുടെ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലവും ഉയരുന്നതിനാണ് വിവരത്തിന്റെ പരിപാലനം എന്ന്